ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, നാം ഇന്ന് അനുഗ്രഹീതമായ ഒരു ശ്ലീഹ നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 16-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നാം ഭയഭക്തി ബഹുമാനങ്ങളോടെ ആചരിക്കുന്ന നോമ്പാണ് ശ്ലീഹ നോമ്പ്. ഈ ശ്ലീഹ നോമ്പിനെ സംബന്ധിച്ചുള്ള ചില ധ്യാന ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കുമ്പോൾ ആദ്യമായി വേദപുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കുകയാണ്. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വർഗീയ വിളയ്ക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. ഇവിടെ എബ്രായ ലേഖനകർത്താവ് അപ്പോസ്തോലൻ അല്ലെങ്കിൽ ശ്ലീഹ എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തുവിനെയാണ്. യേശുക്രിസ്തു അപ്പോസ്തോലനാണ് എന്നുള്ള വാർത്ത നമുക്കൊക്കെ വളരെ കൗതുകരമായൊരു കാര്യമാണ്. യേശുക്രിസ്തു ആണ് യഥാർത്ഥ അപ്പോസ്തോലൻ. കാരണം യേശുക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ട ശ്ലീഹായാണ്. സ്വർഗീയ പിതാവ് ലോകത്തിലേക്ക് അയച്ച അപ്പോസ്തോലനാണ്, ശ്ലീഹായാണ് യേശുക്രിസ്തു എന്നുള്ളത് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ശ്ലീഹ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ. അതുകൊണ്ട് ആദ്യത്തെ ശ്ലീഹ പത്രോസോ പൗലോസോ ഒന്നുമല്ല. ആദ്യത്തെ ശ്ലീഹ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്നെയാണ്. അത് എബ്രായ ലേഖനകർത്താവ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ ശ്ലീഹ നോമ്പ് ആചരിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത്, ആരാണ് ഒരു ശ്ലീഹ, ആരാണ് ഒരു ശിഷ്യൻ? ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ സാധർമ്മ്യങ്ങൾ, ഇത് നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ആരാണ് ഒരു ശ്ലീഹ? ശ്ലീഹ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ആ അർത്ഥത്തിലാണ് യേശുക്രിസ്തു അയക്കപ്പെട്ടവനാണ്, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് വിവിധം പറയുന്നു. ശ്ലീഹ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ എന്നാണ്. അതിനെ ഗ്രീക്ക് ഭാഷയിൽ പറയുന്ന പേരാണ് അപ്പോസ്റ്റോലോസ്. അത് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോൾ അപ്പോസ്റ്റലായി. മലയാളത്തിൽ നമ്മൾ അപ്പോസ്തോലൻ എന്ന് പറയുന്നു. ആ വാക്കിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയുന്നത് അയക്കപ്പെടുക എന്നുള്ളതാണ്. ടു സെൻഡ് ഔട്ട് വിത്ത് എ മിഷൻ എന്നാണ്. ടു സെൻഡ് ഔട്ട് വിത്ത് എ മിഷൻ, ഒരു പ്രത്യേക ദൗത്യവുമായിട്ട് അയക്കപ്പെടുന്നവനെയാണ് ശ്ലീഹ എന്ന് പറയുന്നത്. ഈ ശ്ലീഹ എന്നുള്ള പദവും ശിഷ്യൻ എന്നുള്ള പദവും തമ്മിൽ പലപ്പോഴും വളരെ കൺഫ്യൂസിംഗ് ആണ്. കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ശ്ലീഹന്മാരും ഉണ്ടായിരുന്നു, ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തോലന്മാർ, പത്രോസ് മുതൽ ഇങ്ങ് താഴെ ഇസ്കറിയത്വ യൂദ വരെ നമ്മൾ ചൊല്ലുന്ന ആ 12 ശ്ലീഹന്മാരെന്ന് പറയുന്ന അപ്പോസ്തോലന്മാരാണ്. അവർ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് അതല്ല. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നത് ധാരാളം പേരുണ്ടായിരുന്നു. അവർ 12 പേരല്ല, 120 പേരുടെ ഒരു സംഘം മാളികമുറിയിൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. കൂടാതെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 500-ലധികം സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ശിഷ്യഗണമെന്ന് പറയുന്ന ഒരു ലാർജ് നമ്പറായിരുന്നു. എന്നാൽ ശ്ലീഹന്മാരെന്ന് പറയുന്ന കർത്താവ് ഹാൻഡ് പിക്ക് ചെയ്ത 12 പേരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ശ്ലീഹ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇറ്റ് ഈസ് എ കോൾ ടു കം ആൻഡ് ടു ബി സെൻഡ് ഔട്ട്. നിങ്ങൾ ഇവിടേക്ക് വരിക, വന്ന് പഠിച്ചിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അയക്കപ്പെടുക എന്നുള്ളതാണ്. സോ ദ മെയിൻ ത്രസ്റ്റ് ഈസ് ടു ഗോ ആൻഡ് പ്രീച്ച്. നിങ്ങൾ പോയി പ്രസംഗിക്കുക എന്നുള്ളതാണ് അതിനകത്തെ മെയിൻ ത്രസ്റ്റ് എന്ന്, പ്രധാനപ്പെട്ട ഊന്നൽ എന്ന് പറയും. എന്നാൽ ശിഷ്യന്മാർക്ക് അങ്ങനെയല്ല. ശിഷ്യന്മാർക്ക് പോകേണ്ട ആവശ്യമില്ല. ശിഷ്യന്മാർ കർത്താവിൻ്റെ പാദത്തിലിരുന്ന് പഠിച്ചാൽ മാത്രം മതി. ദ മെയിൻ ത്രസ്റ്റ് ഈസ് ഓൺ ലേണിംഗ്. ഡിസൈപ്പിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ട്രെയിൻഡ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അയക്കപ്പെടുക എന്നുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു അർത്ഥം ഇല്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ
ശ്ലീഹ നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ. ശ്ലീഹന്മാർ അയക്കപ്പെട്ടവരാണ്, കർത്താവിനാൽ നിയോഗിതരായി പല സ്ഥലങ്ങളിലേക്കും ഭൂലോകത്തിൻ്റെ 4 ഭാഗങ്ങളിലേക്കും അയക്കപ്പെട്ടവരാണെന്നുള്ള ആ ബോധ്യത്തോടെ നമുക്ക് ഈ ശ്ലീഹ നോമ്പിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ.